ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയമായ വേദിയും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങള്, MGM സ്റ്റുഡൻസ് ടീം ഭാരവാഹികള്, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയപരിധിയുണ്ട്, അതുകൊണ്ട് തന്നെ ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അല്ലാഹു ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതം സമാധാനപരവും സുഭദ്രവുമായി തീർക്കുന്നതിനു വേണ്ടിയിട്ട് സംവിധാനിച്ചിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധവും സുരക്ഷിതത്വവും ഒക്കെ ഈ കുടുംബം എന്ന ചെറിയൊരു യൂണിറ്റിലാണ് ഒതുങ്ങിയിട്ടുള്ളത്. കരുണയും കാരുണ്യവും ആർദ്രതയും അനുകമ്പയും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിന്റെ തന്നെ അടിത്തറ ഊരി മാറ്റിക്കളയുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്താഗതികളും ഇന്നിന്റെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും സന്താന പരമ്പര എന്ന നിലയ്ക്ക് മനുഷ്യ സമൂഹം വലിയൊരു കുടുംബമാണ്. നമുക്കറിയാം, ഇസ്ലാമിലെ കുടുംബം എന്ന് പറയുന്നത് അണുകുടുംബമല്ല, വിശാലമായിട്ടുള്ള കുടുംബമാണ്. പലപ്പോഴും നമ്മുടെ സമുദായങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരില് ചിലപ്പോൾ സൽക്കാരത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ നോമ്പുതർക്ക് വിളിച്ചില്ല, അല്ലെങ്കിൽ സ്വത്ത് ഓഹരിയിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരില് ഇന്ന് സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങള് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിന്റെ തന്നെ അടിത്തറ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകളിൽ ഓതി വെച്ചിട്ടുള്ള ആയത്തില് നമുക്കതിന്റെ അർത്ഥതലം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ മനുഷ്യരെ ഒരു ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അതുപോലെ ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ചിട്ടുള്ള നിന്റെ റബ്ബിനെ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എത്രത്തോളം പുഷ്പളമായിട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഞാനൊരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഇത് അവസാനിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പഠന ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഒരിക്കലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ഹദീസ് പഠന ക്ലാസ്സിൽ ഇങ്ങനെ പറയാണ്, കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവരെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം എന്നുള്ളത്. ഇത് കേട്ട ആ യുവാവിനെ ഇത് വല്ലാണ്ട് അസ്വസ്ഥനാക്കി. അദ്ദേഹം അവിടെ നിന്ന് പതിയെ എണീറ്റിട്ട് നഗരത്തിലുള്ള തന്റെ ബന്ധുവിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ബന്ധുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് തന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ആ ബന്ധു മാപ്പ് കൊടുക്കുകയാണ്. തുടർന്ന് ആ ബന്ധു ആ യുവാവിനോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് നീ അന്വേഷിക്കണം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് പോയി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ആര് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നുവോ അവന്റെ ഒരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളത്. നമുക്കറിയാം, റമദാനിനെ വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പലപ്പോഴും നോമ്പോടി കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാനേ നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അറ്റുപോയ ബന്ധങ്ങളിൽ വിളക്കി ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.